പ്ലസ് ടു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. എന്താണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമോണിയയുടെ പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു പഠിച്ചതല്ലേ. ഇന്ന് നമ്മൾ നൈട്രജന്റെ ഓക്സൈഡ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം നൈട്രജന്റെ ഓക്സൈഡ്സ് ഒന്ന് എഴുതി നോക്കാം. നൈട്രജന് മൊത്തം 6 ഓക്സൈഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ N2O, സിമ്പിൾ ആണ്. സെക്കൻഡ് വൺ NO, ദിസ് ഈസ് നൈട്രസ് ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്. N2O3, ഡൈനൈട്രജൻ ട്രയോക്സൈഡ്. NO2, നൈട്രജൻ ഡയോക്സൈഡ്. N2O4 and N2O5. ഇതാണ് നൈട്രജന്റെ 6 ഓക്സൈഡ്സ്. ഇനി ഇതിൽ ഓരോന്നിനും നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് നമുക്കറിയാം, -2 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +1. ഇവിടെ -2 വരുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ +2 വേണം. 2 നൈട്രജൻ ഉള്ളത് കൊണ്ട് ഒരെണ്ണത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇവിടെ നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2, ഇവിടെ -6, അപ്പൊ ഇവിടെ +6 വരണം, +3, ഇവിടെ -4 ഓക്സിജന്, അപ്പൊ ഇവിടെ +4, ഇവിടെ ഓക്സിജന് -8, അപ്പൊ ഇവിടെ +4, ദെൻ ഇവിടെ ഓക്സിജന് 5 ഓക്സിജൻ ഉണ്ട്, -10, അപ്പൊ +5 വരും. സോ ദീസ് ആർ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദീസ് ഓക്സൈഡ്സ്. ഇതിന്റെ പേരുകൾ നിങ്ങൾക്ക് കിട്ടിയോ? ഇത് ഡൈനൈട്രജൻ മോണോക്സൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന്റെ പേര് നൈട്രസ് ഓക്സൈഡ്. ഇനി നൈട്രിക് ഓക്സൈഡ് ഇത്, അല്ലെങ്കിൽ നൈട്രജൻ മോണോക്സൈഡ്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് നൈട്രിക് ഓക്സൈഡ് എന്നാണ്. ഇത് ഡൈനൈട്രജൻ ട്രയോക്സൈഡ്, ഡൈനൈട്രജൻ ട്രയോക്സൈഡ്, ഇതാണ് പേര്. അടുത്തത് നൈട്രജൻ ഡയോക്സൈഡ്, അടുത്തത് ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. 4 ഓക്സിജൻ ഇല്ലേ, അതുകൊണ്ട് ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. അപ്പൊ അടുത്തത് എന്താണ്? ഡൈനൈട്രജൻ പെന്റോക്സൈഡ്, 5 ഓക്സിജൻ ഉള്ളതുകൊണ്ട്. സോ ദീസ് ആർ ദ 6 ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. 1 2 3 4 5 6. ഓക്കെ, ഇനി ഈ ഓക്സൈഡ്സിന്റെ ഒക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അവയുടെ പ്രിപ്പറേഷൻ നോക്കിയാൽ മതി. നൈട്രസ് ഓക്സൈഡ് ഒരു കളർലെസ് ഗ്യാസ് ആണ്, കളർലെസ് ഗ്യാസ് ആണ്. കൂടാതെ ഇത് ന്യൂട്രലുമാണ്, ന്യൂട്രൽ ഓക്സൈഡ് ആണ്. ഇനി നൈട്രജൻ മോണോക്സൈഡ് അല്ലെങ്കിൽ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നതും കളർലെസ് ഗ്യാസ് ആണ്. കൂടാതെ അത് ന്യൂട്രൽ ഓക്സൈഡ് ആണ്. അപ്പൊ ഇത് രണ്ടും ന്യൂട്രൽ ഓക്സൈഡ് ആണ്. ഇനി ഡൈനൈട്രജൻ ട്രയോക്സൈഡ്, അതൊരു ബ്ലൂ സോളിഡ് ആണ്, അസിഡിക് ആണ്. സോ ദിസ് ഈസ് എ ബ്ലൂ സോളിഡ് ആൻഡ് അസിഡിക് ഓക്സൈഡ്. ഓക്കെ, ഇനി നൈട്രജൻ ഡയോക്സൈഡ്, ഇത് ഒരു ബ്രൗൺ ഗ്യാസ് ആണ്. Then it is acidic, acidic ആണ്. ഓക്കെ, ഇനി ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്, ഇതൊരു കളർലെസ് സോളിഡ് ആണ്. മാത്രമല്ല ഇത് അസിഡിക് ആണ്. ഇനി ഡൈനൈട്രജൻ പെന്റോക്സൈഡ്, ആൻഡ് ദിസ് ഈസ് ഓൾസോ എ കളർലെസ് സോളിഡ് ആൻഡ് അസിഡിക്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ 2 ഓക്സൈഡുകൾ ന്യൂട്രൽ ആണ്, കളർലെസ് ഗ്യാസ് ആണ്. അവസാനത്തെ 4 ഓക്സൈഡുകൾ എന്താണ്? അസിഡിക് ആണ്. അതിനകത്ത് അവസാനത്തെ 2 ടെട്രോക്സൈഡും പെന്റോക്സൈഡും കളർലെസ് സോളിഡ് ആണ്. ട്രൈ ഓക്സൈഡ് ബ്ലൂ സോളിഡ് ആണ്. നൈട്രജൻ ഡയോക്സൈഡ് ബ്രൗൺ ഗ്യാസ് ആണ്. ഓക്കെ, ഇനി ഓക്സൈഡ്സ് ഓഫ് നൈട്രജന്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ ഓക്സൈഡ് എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്, N2O. അതിനെ നമ്മൾ ലാഫിംഗ് ഗ്യാസ് എന്ന പേരിൽ വിളിക്കുന്നു. എന്താണ് ലാഫിംഗ് ഗ്യാസ്? അതായത് ഈ ഗ്യാസ് കുറച്ച് ചെറിയ അളവിൽ ശ്വസിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചിരിക്കുന്നത് പോലെയുള്ള ഒരു അപ്പിയറൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലാഫിംഗ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. സോ നൈട്രസ് ഓക്സൈഡ് ഈസ് കോൾഡ് എ ലാഫിംഗ് ഗ്യാസ്.
because it causes hysterical laughter when inhaled in minor quantities. ചെറിയ എമൗണ്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ. അമോണിയം നൈട്രേറ്റ് NH4NO3 അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് N2O നൈട്രസ് ഓക്സൈഡും വാട്ടറും കിട്ടും. സോ ദിസ് ഈസ് ദ പ്രിപ്പറേഷൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ ഓക്സൈഡ് നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. അത് സോഡിയം നൈട്രൈറ്റ്. ശ്രദ്ധിക്കണം, ദിസ് ഈസ് സോഡിയം നൈട്രൈറ്റ്, RIT, സോഡിയം നൈട്രൈറ്റ്, ഫെറസ് സൾഫേറ്റ്, then സൾഫ്യൂരിക് ആസിഡ് 3H2SO4. ഇവിടെ സോഡിയം നൈട്രൈറ്റിന്റെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഫെറസ് സൾഫേറ്റ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ദ പ്രോഡക്റ്റ് ഈസ് ഫെറിക് സൾഫേറ്റ് Fe2SO4 thrice പ്ലസ് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് പ്ലസ് 2H2O പ്ലസ് 2NO. സോ നമുക്ക് എന്ത് കിട്ടി? നൈട്രിക് ഓക്സൈഡ് കിട്ടി. ലാബിൽ നമ്മൾ നൈട്രേറ്റ് അയൺ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് നടത്തും. സോൾട്ട് അനാലിസിസ് ഒരു ആനിയോണാണ്. അപ്പൊ തന്നിരിക്കുന്ന സോൾട്ടിലെ നൈട്രേറ്റ് അയൺ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ സോൾട്ട് സൊല്യൂഷൻ എടുത്ത് അതിനകത്തേക്ക് നൈട്രേറ്റ് എന്താണ് സോൾട്ട് സൊല്യൂഷൻ, ആ സോൾട്ട് സൊല്യൂഷൻ അകത്തേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കും. ഈ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടി കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യും. അപ്പൊ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള Fe2+ നൈട്രിക് ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് FeH2O 5 times NO2+ എന്നൊരു കോംപ്ലക്സ് ഉണ്ടാകും. ഇതൊരു കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സ് ആണ് നമ്മൾ ബ്രൗൺ റിംഗ് ആയിട്ട് അവിടെ കാണുന്നത്. brown ring. So that will indicate the presence of nitrate in the salt. നമുക്ക് ലാബില് ചെയ്യാനുള്ളതാണ്. അതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഓക്സൈഡ് ഡൈനൈട്രജൻ ട്രൈ ഓക്സൈഡ്. അതിന്റെ പ്രിപ്പറേഷൻ നൈട്രിക് ഓക്സൈഡ് ഡൈനൈട്രജൻ ടെട്രോക്സൈഡുമായിട്ട് 250 കെൽവിനില് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൈനൈട്രജൻ ട്രൈ ഓക്സൈഡ് കിട്ടും. ഇതാണ് അതിന്റെ റിയാക്ഷൻ, ഇതാണ് പ്രിപ്പറേഷൻ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ. ഇനി അടുത്ത പ്രിപ്പറേഷൻ നാലാമത്തെ കോമ്പൗണ്ട് നൈട്രജൻ ഡയോക്സൈഡ്. നൈട്രജൻ ഡയോക്സൈഡിന്റെ പ്രിപ്പറേഷൻ ലെഡ് നൈട്രേറ്റ് 673 കെൽവിനില് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് 2 molecules of lead oxide plus oxygen. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നൈട്രജൻ ഡയോക്സൈഡ് കിട്ടി. ഓക്കെ. അഞ്ചാമത്തെ ഓക്സൈഡ് എന്ന് പറയുന്നത് N2O4 ആണ്. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ചെയ്യുന്ന ഡൈനൈട്രജൻ ടെട്രോക്സൈഡിന്റെ പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് നൈട്രജൻ ഡയോക്സൈഡ് കൂൾ ചെയ്താൽ, തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നൈട്രജൻ ടെട്രോക്സൈഡ് കിട്ടും. ഇനി അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നൈട്രജൻ ഡയോക്സൈഡ് കിട്ടും. സോ ഇവിടെ എബവ് 415 കെൽവിൻ ആണെങ്കിൽ അത് എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അറ്റ് 250 കെൽവിൻ 250 കെൽവിൻ ആണെങ്കിൽ അതെന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? നൈട്രജൻ ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് വെരി സിമ്പിൾ. ഈ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഈ രണ്ട് ഫോമും ഇന്റർ കൺവേർട്ടബിൾ ആണ്. ഓക്കെ. ആറാമത്തെ ഓക്സൈഡ് ഡൈനൈട്രജൻ പെന്റോക്സൈഡ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നൈട്രിക് ആസിഡ് HNO3 ഫോസ്ഫറസ് പെന്റോക്സൈഡുമായിട്ട്, ദിസ് ഈസ് ഫോസ്ഫറസ് പെന്റോക്സൈഡ്, റിയാക്ട് ചെയ്യുമ്പോൾ 4 molecules of HPO3, this is metaphosphoric acid. Metaphosphoric acid 2 molecules
N2O5 ഡൈനൈട്രജൻ പെന്റോക്സൈഡും കിട്ടും. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മൾ കണ്ടു നൈട്രജന്റെ ആദ്യത്തെ രണ്ട് ഓക്സൈഡുകൾ, നൈട്രസ് ഓക്സൈഡും നൈട്രിക് ഓക്സൈഡും ന്യൂട്രൽ ഓക്സൈഡ് ആണ്. വൺ വേർഡിനൊക്കെ ചോദിക്കാം കേട്ടോ. ബാക്കി എല്ലാ ഓക്സൈഡുകളും അസിഡിക് ആണ്. അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന്. അവിടെയാണ് ഒരു രസം വരുന്നത്. N2O3 പ്ലസ് H2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് HNO2 ആണ്. ഇതെന്ന് പറയുന്നത് നൈട്രസ് ആസിഡ് ആണ്. സോ ദിസ് ഈസ് നൈട്രസ് ആസിഡ്. ഓക്കെ, ഇനി N2O5 നോക്കാം. N2O5 പ്ലസ് H2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് HNO3, ഇതേതാണ് നൈട്രിക് ആസിഡ്. നമുക്ക് പരിചയമുള്ള ആസിഡാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു. ഇനി അടുത്തത് NO2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് HNO2 പ്ലസ് HNO3 ആണ്. ശ്രദ്ധിച്ചേ, അപ്പൊ ഇത് നൈട്രസ് ആസിഡാണ്, ഇത് നൈട്രിക് ആസിഡാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. N2O3 എന്ന് പറയുന്നത് അൺഹൈഡ്രൈഡ് ഓഫ് നൈട്രസ് ആസിഡ്. ശരിയല്ലേ? നൈട്രസ് ആസിഡിൽ നിന്ന് ഒരു മോളിക്കൂൾ വാട്ടർ പോയാൽ എന്ത് കിട്ടും? N2O3 കിട്ടും. ഇതാണ് റിയാക്ഷൻ. Then N2O5 ആരുടെ അൺഹൈഡ്രൈഡ് ആണ്? HNO3യുടെ അൺഹൈഡ്രൈഡ് ആണ്. അതായത് നൈട്രിക് ആസിഡിൽ നിന്ന് വാട്ടർ മോളിക്കൂൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? N2O5 കിട്ടും. ഇനി NO2 എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ഡ് അൺഹൈഡ്രൈഡ് ഓഫ് HNO2 ആൻഡ് HNO3. HNO2ന്റെയും HNO3യുടെയും മിക്സ്ഡ് അൺഹൈഡ്രൈഡ് ആണെന്ത്? NO2. അത് രണ്ടിൽ നിന്നും എന്ത് പോകണം? വാട്ടർ പോകണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? NO2 കിട്ടും. സോ ദാറ്റ് ഈസ് എ മിക്സ്ഡ് അൺഹൈഡ്രൈഡ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? വാട്ടർ റിമൂവ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഓക്കെ, നമ്മൾ നൈട്രജന്റെ ഓക്സൈഡ്സിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. അത് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഓക്സൈഡ് ഞാൻ എടുത്തു, നൈട്രസ് ഓക്സൈഡ്. ഇതില് വാലൻസ് ഇലക്ട്രോൺസ് ഞാൻ ഒന്ന് കൗണ്ട് ചെയ്യാൻ പോവാണ്. നൈട്രജനില് 2 നൈട്രജൻ ഉണ്ട്. നൈട്രജന്റെ വാലൻസി 5 ആണെന്ന് നമ്മൾ പഠിച്ചു. സോ 2 × 5 പ്ലസ് ഓക്സിജന്റെ വാലൻസി 6 ആണ്. സോ ടോട്ടൽ ഇലക്ട്രോൺസ് 10 + 6 16 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 16 ഇലക്ട്രോൺസിനെ നമുക്ക് ഇട്ടുകൊടുക്കണം. 2 നൈട്രജനും 1 ഓക്സിജനുമാണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ. ഇതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായ ഓക്സിജനിൽ ഞാൻ 8 ഇലക്ട്രോൺസിനെ ഇട്ടുകൊടുത്തു. ഒക്ടറ്റ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ. 8 കൊടുത്തു. പിന്നെ ഇവിടെ 2 ഉണ്ട്, 10 12. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോണിനെ ഞാൻ ഈ നൈട്രജൻ ആറ്റത്തിൽ ഇട്ടുകൊടുത്തു. ശരിയായില്ലേ? അപ്പം 8 10 14 ആയതുകൊണ്ട് 2 എണ്ണം കൂടി ഉണ്ട്. ഇവിടെ 2 എണ്ണം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇതിന് 8 കിട്ടി, ഈ നൈട്രജൻ 8 കിട്ടി, ഈ ഓക്സിജൻ 8 കിട്ടി. പക്ഷെ ഈ മിഡിലിൽ കിടക്കുന്ന നൈട്രജന് എത്രയേ ഉള്ളൂ? 4 എണ്ണമേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യണം? ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കണം. അപ്പൊ ഇവിടെ 6 ആയി. അടുത്തത് ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചർ ഇതാണ്. N ഡബിൾ ബോണ്ട് ഓക്സിജൻ കിട്ടും. അപ്പൊ ബാലൻസ് ഇവിടെ 2 4 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെയും 2 4 ഇലക്ട്രോൺ ഉണ്ട്. ഇനി അടുത്ത പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ ഒരു ഇലക്ട്രോൺ പെയറിനെ കൂടി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാം. ഓ, ഈ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 8ൽ കൂടുതലാവില്ലേ? അപ്പൊ അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ ഇതാണ്. ഒരു റെസൊണൻസ് സ്ട്രക്ചർ. അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാം? N ട്രിപ്പിൾ ബോണ്ട് N ഓക്സിജൻ. ഇതാണ് അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോണേ കാണുള്ളൂ. ഇവിടെ എത്ര കാണും? 8 ഇലക്ട്രോൺ കാണും. ഓക്കെ, ഇനി സെക്കൻഡ് മോളിക്യൂൾ നൈട്രിക് ഓക്സൈഡ് NO, വാലൻസി 5 + 6 11 ഇലക്ട്രോൺ. ഇതൊന്ന് ശ്രദ്ധിച്ചേ, ഇത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഡൈമറൈസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയും കാണും. നമുക്ക് ഇതിന്റെ ലൂയിസ് സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം.
നൈട്രജൻ NO എന്ന് കൊടുത്തു. ഞാൻ ആദ്യം ഓക്സിജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ 6, 8 ബാലൻസ് എത്രയുണ്ട്? 11 8 3 ഇലക്ട്രോൺ ഉണ്ട്. ആ 3 ഇലക്ട്രോണിനെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. നോക്കിക്കേ, ഇപ്പൊ നൈട്രജൻ എത്ര ഇലക്ട്രോണായി? 3ഉം 2ഉം 5 ഇലക്ട്രോണേ ആയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ സ്ട്രക്ചർ എന്താ കിട്ടുന്നത്? N ഡബിൾ ബോണ്ട് ഓക്സിജൻ. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോണായി, ഇവിടെയും 2 ഇലക്ട്രോണായി, ഇവിടെ ഒരു ഓഡ് ഇലക്ട്രോണായി. ഇനി ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു റെസൊണൻസ് സ്ട്രക്ചർ. അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ ഓഡ് ഇലക്ട്രോണിനെ ഈ ഓക്സിജന് കൊടുക്കാം. അപ്പൊ നൈട്രജനിൽ എന്തേ കാണുള്ളൂ? ഈ 2 ഇലക്ട്രോൺ. ദെൻ ഡബിൾ ബോണ്ട് ഓക്സിജനിൽ ഒരു ഓഡ് ഇലക്ട്രോൺ, കൂടാതെ 4 വേറെ ഇലക്ട്രോൺസും. അപ്പൊ ഇവിടെ ഓക്സിജന് 8 ഇലക്ട്രോണിൽ കൂടുതലായി. അപ്പോൾ ഇതുകൊണ്ട് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ഇവിടെ കിട്ടും. ഇവിടെ 8 ഇലക്ട്രോൺ ഇല്ല, 6 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇനി അടുത്ത ഓക്സൈഡ് N2O3 ആണ്. N2O3 സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. നൈട്രജന്റെ വാലൻസി 5 ആണ്. 2 × 5 പ്ലസ് 3 × 6 എത്രയാണ്? 10 പ്ലസ് 18. സോ 28 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. N2O3 എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ ആറ്റം, ഒരു നൈട്രജൻ ആറ്റത്തിന്റെ 2 ഓക്സിജൻ ആറ്റവും, ഒരു നൈട്രജൻ ആറ്റത്തിൽ ഒരു ഓക്സിജൻ ആറ്റവും ആയിരിക്കും ഇരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്സിജനിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും? 8 ഇലക്ട്രോൺസിനെ കൊടുക്കും. ഓക്സിജനിലെല്ലാം 8 ഇലക്ട്രോൺസിന് നമ്മൾ ഇട്ട് കൊടുത്തു. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? ഓക്സിജനിൽ തന്നെ 3 × 6 18 ഇലക്ട്രോൺസ് ആയി. ബാലൻസ് എത്രയാണ്? 10 ഉണ്ട്. അപ്പൊ 2 4 6 8 ഇലക്ട്രോൺസ് ഈ ബോണ്ടിൽ തന്നെയായി. ഇനി ബാലൻസ് എത്രയുള്ളൂ? 2 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 2 ഇലക്ട്രോണിനെ ഈ നൈട്രജന് കൊടുക്കണോ, ഈ നൈട്രജന് കൊടുക്കണോ? ഇവിടെ ഈ നൈട്രജന് 3 ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ബോണ്ടേ ഉള്ളൂ. അപ്പൊ ഈ നൈട്രജന് കൊടുക്കാം. ഇനി നോക്കുക, നൈട്രജന് 8 ഇലക്ട്രോണെ കിട്ടിയോ? ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇവിടെ 6 ഇലക്ട്രോണല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെ കിട്ടിയിട്ടുണ്ടോ നൈട്രജന്? 2 4 6. അപ്പം ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം സ്ട്രക്ചർ? ഞാൻ സ്ട്രക്ചർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. N N ഇവിടെ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. കൂടാതെ ഇവിടുത്തെ ഓക്സിജനിൽ ഡബിൾ ബോണ്ടായി, ഇവിടെ സിംഗിൾ ബോണ്ടായി. ബാക്കി ഇലക്ട്രോൺസ് വാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. 8 എണ്ണം മതി. ഈ ഓക്സിജൻ 8 എണ്ണം കിട്ടും. ഇവിടെയും ഈ 4 എണ്ണത്തിന് ശേഷമുള്ള 4 ഇലക്ട്രോൺസിന് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ, ഇത് റെസൊണൻസ് സ്ട്രക്ചർ അല്ല കേട്ടോ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ഞാൻ ചെയ്തതാണ്. ഇതാണ് ഒന്നാമത്തെ റെസൊണൻസ് സ്ട്രക്ചർ. അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താകാം? ഇവിടെ നിന്ന് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് പകരം ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു. പകരം എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ കിട്ടും സ്ട്രക്ചർ? N ഇവിടുത്തെ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും, ഇവിടെ സിംഗിൾ ബോണ്ട് ആകും. N ഡബിൾ ബോണ്ട് O. ഓക്കെ, so this is the structure N2O3. ഓക്കെ, ഇനി അടുത്ത മോളിക്യൂൾ NO2. വാലൻസി 5 + 2 × 6. അപ്പൊ 5 + 12. സോ 17 ഇലക്ട്രോൺ. ഇതും ശ്രദ്ധിച്ചേ, ഇതും ഓഡ് ഇലക്ട്രോൺ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇതിനും ഡൈമറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. NO2 ഡൈമറൈസ് ചെയ്ത് N2O4 ആയിട്ട് മാറും കേട്ടോ. ഇനി സ്ട്രക്ചർ ഒന്ന് നോക്കാം. NO2 ഇങ്ങനെ ആയിരിക്കാം സ്ട്രക്ചർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്സിജനിൽ ഞാൻ ഒക്ടറ്റ് ഇട്ട് കൊടുത്തു. ഓക്സിജൻ എല്ലാം 8 ഇലക്ട്രോൺസ് ആയി, ശരിയല്ലേ? അപ്പൊ 6 × 2 12 ആയി. ബാക്കി 5 ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ 2 + 2 4 ആയി. അപ്പൊ ഇനി ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒറ്റ ഇലക്ട്രോൺ ഇവിടെ ഇട്ട് കൊടുത്തു. പക്ഷെ നൈട്രജൻ ഇപ്പൊ എത്രയേ ഉള്ളൂ? 5 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സ്ട്രക്ചർ ഡബിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് O ഓക്സിജൻ ഇത് കിട്ടും. ഇവിടെ ഒരു ഓഡ് ഇലക്ട്രോണും കിട്ടും. ഓക്കെ, ബാക്കി ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. 2 4 6. ഇവിടെ 2 4. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? 6 1 7 ഇലക്ട്രോൺ നൈട്രജൻ. ഇനി ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരയ്ക്കുന്ന? അടുത്ത സ്ട്രക്ചർ ഈ ബോണ്ട് ഇവിടെ നിന്ന് ഈ ഓക്സിജനിലേക്കാണ് ഇവിടെ ഷിഫ്റ്റിംഗ് നടന്നതെങ്കിൽ അടുത്ത ഏതാണ് ചാൻസ്? ഈ
ഓക്സിജനിൽ നിന്ന് ഈ ഒരു ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ സ്ട്രക്ചർ എങ്ങനെ കിട്ടും? നൈട്രജനിലെ ആ ഓഡ് ഇലക്ട്രോൺ നിൽക്കും, ഇവിടെ സിംഗിൾ ബോണ്ട് ആകും, ഇവിടെ ഡബിൾ ബോണ്ട് ആകും. ഓക്കെ, അടുത്ത മോളിക്യൂള് N2O4. ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺ 2 into 5 plus 6 into 4. So 10 plus 24, that is 34 ഇലക്ട്രോൺ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. N2O4, 2 N, ഓരോ ഓക്സിജൻ ആറ്റം ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇലക്ട്രോൺസിനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓരോ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 4, 6, 8, 2, 4, 6, 2, 4, 6. അപ്പൊ ഓക്സിജൻ എല്ലാം 8 എണ്ണമായി. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, എല്ലാ ഓക്സിജൻ ആറ്റത്തിലും 8 ഇലക്ട്രോൺസിനെ ഇട്ട് കൊടുത്തു. അപ്പൊ 6 എണ്ണത്തിന് കൊടുത്തില്ലേ? അപ്പൊ 24 ഇലക്ട്രോൺസ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി എത്രയുണ്ട്? 10 ഇലക്ട്രോൺസ് ഉണ്ട്. 2, 4, 6, 8, 10. 10 ഇലക്ട്രോൺസ് വരെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നൈട്രജന് 8 എണ്ണം കിട്ടിയോ? നോക്കാം. 2, 4, 6 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ബോണ്ട് കൂടി വരണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ നൈട്രജന് 6 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒരു ചാൻസ് ഉണ്ട് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന സ്ട്രക്ചർ എന്താണ്? ഞാൻ സ്ട്രക്ചർ മാത്രം വരയ്ക്കാം, ഇലക്ട്രോൺസിനെ എഴുതാതെ. കിട്ടുന്ന സ്ട്രക്ചർ ഇതാണ്. ഇങ്ങനെയൊരു സ്ട്രക്ചർ കിട്ടും. ഇനി ഇതിന്റെ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഇത് റെസണൻസ് സ്ട്രക്ചർ അല്ല, ഇത് ഞാൻ ഇലക്ട്രോൺസിനെ മാത്രം അറേഞ്ച് ചെയ്തതാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പത്തിന്. ഇനി ഇതിന്റെ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് പകരം ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ലേ? അപ്പൊ റെസണൻസ് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാം? N, ഡബിൾ N, N, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്, ദെൻ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്. ഇങ്ങനെയും സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത മോളിക്യൂള് N2O5. ഇവിടെ 2 into 5 വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് 5 into 6, അതായത് 10 plus 30 ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് 40 ഇലക്ട്രോൺസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഇത് വെച്ച് നമ്മൾ ലൂയിസ് സ്ട്രക്ചർ എഴുതാൻ പോവാണ്. N2O5 ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമ്മൾ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കണം. NON, ഇതാണ് N2O5ന്റെ സ്ട്രക്ചർ ഏകദേശം. ഇതിനകത്ത് ഞാൻ ഓക്സിജൻ എല്ലാം 8 ഇലക്ട്രോൺസിന് കൊടുക്കാൻ പോവുകയാണ്. 2 എണ്ണം ഓൾറെഡി ഉണ്ട്, പിന്നെ 6 എണ്ണത്തിന് കൊടുത്താൽ മതി. 2, 4, 6, ഇവിടെ 2, 4, 6. ഓക്കെ, ഇവിടെ 2, 4, 6. ഓക്കെ, അപ്പം 4 ഓക്സിജനും കൂടി 24 ഇലക്ട്രോൺ ആയി. 6, 4, 24. ഇനി ഈ ഓക്സിജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 4 ഇലക്ട്രോൺസിനെ കൊടുത്തു. അപ്പൊ ടോട്ടൽ എത്രയായി? 6, 4, 24, 26, 28. സോ ടോട്ടൽ 28 ഇലക്ട്രോൺസ് ആയി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 10 plus 2, 12 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നോക്കാം. 2, 4, 6, 8, 10, 12. അപ്പൊ 12 ഇലക്ട്രോൺസും ആയി. അപ്പൊ നമ്മൾ ഫുൾ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ നൈട്രജന് ഉണ്ടോന്ന് നോക്കിക്കേ. 2, 4, 6 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ ചെയ്യാവുന്ന ഒരു പോസിബിലിറ്റി എന്താണ്? ഈ ഒരു ബോണ്ടിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ നൈട്രജനോ 6 അല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത പോസിബിലിറ്റി എന്താണ്? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കിട്ടുന്ന സ്ട്രക്ചർ എങ്ങനെ കിട്ടും? NON. ബാക്കി ഇലക്ട്രോൺസിനെ ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ, സ്ട്രക്ചർ മാത്രം. ഇതാണ് കിട്ടുന്ന സ്ട്രക്ചർ. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്. കണ്ടോ? ഇതാണ് ആ സ്ട്രക്ചർ. ബാക്കി ഇലക്ട്രോൺസിനെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന്റെ റെസണൻസ് സ്ട്രക്ചേഴ്സ് എങ്ങനെ വരും? റെസണൻസ് സ്ട്രക്ചേഴ്സ് വരുമ്പോൾ NON അങ്ങനെ തന്നെ വരും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തതിന് പകരം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ എന്ത് വരും? സിംഗിൾ ബോണ്ട് വരും. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ആയിക്കോട്ടെ, ഇവിടെ എന്താണ്? സിംഗിൾ ബോണ്ട്. സോ ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് റെസണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഓക്സിജൻ എല്ലാം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നൈട്രജന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ബോണ്ട് ഇട്ടുകൊടുക്കാം. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഗിവ് എക്സാമ്പിൾ ഫോർ എ ന്യൂട്രൽ ഓക്സൈഡ് ഓഫ് നൈട്രജൻ. സെക്കൻഡ് വൺ, why does NO2 ഡൈമറൈസ്? എന്തുകൊണ്ടാണ് ഡൈമറൈസ് ചെയ്യുന്നത്?
നമ്മൾ കണ്ടു NO2 എന്ന് പറയുന്നത് ഒരു ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ആണ്. അതുകൊണ്ട് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അത് ഡൈമറൈസ് ചെയ്യും. അപ്പൊ അത് ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് മാറും. NO2 ഡൈമറൈസ് ചെയ്ത് എന്തായിട്ട് മാറും? N2O4 ആയിട്ട് മാറും. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. വാട്ട് ഈസ് ദ കോവാലൻസ് ഓഫ് നൈട്രജൻ ഇൻ N2O5? N2O5 നൈട്രജൻ എത്ര മറ്റാറ്റംസുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്? അതിന്റെ കോവാലൻസി ഷെയറിംഗ് വഴി എത്ര ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. ഫോർത്ത് വൺ, ഹൗ വിൽ യു പ്രിപ്പയർ നൈട്രിക് ഓക്സൈഡ്? നൈട്രിക് ഓക്സൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.